എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് എന്നെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്തത്. അപ്പോൾ വീട്ടുകാർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവർ പറയും അത് കുഴപ്പമില്ല, അവൾ പഠിക്കുകയാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയും അതിനെ ബോധർ ചെയ്തിട്ടില്ല. എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷഹീൻ എന്ന് പറഞ്ഞിട്ട്. അവളുടെ ഡ്രീം ആയിരുന്നു സിവിൽ സർവീസ് ആവണം എന്നുള്ളത്, എൻ്റെതായിരുന്നില്ല. ഭാവിയിൽ അവളത് പെർസ്യൂ ചെയ്തില്ല. പക്ഷേ ഞാൻ പിന്നീട് അതിൽ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടു എന്ന് തോന്നുന്നു. ഞാൻ ഇതുപോലെ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്, ഡിസ്ട്രാക്റ്റഡും ആയിട്ടുണ്ട്. കാരണം പുറത്തുള്ള കണ്ടീഷൻസ് പലപ്പോഴും നമ്മളെ എഫക്റ്റ് ചെയ്യും. നമ്മൾ എത്ര പോസിറ്റീവായിട്ട് നിൽക്കാൻ നോക്കിയാലും ആദ്യത്തെ ജിഡിയിലൊക്കെ പലപ്പോഴും സ്റ്റക്ക് ആയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന് അറിയാം. പിന്നെ നമ്മളൊന്നും ഡിസപ്പോയിൻ്റ് ചെയ്യില്ല അവിടെ ആരും. സാർ ആ കുഴപ്പമില്ല, ചിലർക്കൊക്കെ ഇങ്ങനെ പറ്റുന്ന ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മലയാളത്തിലാണ് ചിന്തിക്കുന്നത്, അതിനെ പിന്നെ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യാണ്. അതിനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർവ്യൂ സ്റ്റേജിലാണ് അതിനുള്ള എഫേർട്ട് ഇട്ടിട്ടുള്ളൂ. ഞാൻ പലപ്പോഴും ഇവിടെയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഞാൻ സാറിൻ്റെ മുന്നിൽ തന്നെ സാർ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ സാർ പറഞ്ഞു പിന്നെ പറഞ്ഞു നോക്ക്, നിൻ്റെ ഉള്ളിലുണ്ട്, പറ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മലപ്പുറത്തിൻ്റെ എക്കോണമി എങ്ങനെയാണ്, കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടോ, പിന്നെ മലയാളം ലിറ്ററേച്ചറിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മലയാളം നോവലുകളൊക്കെ സിനിമയാക്കുന്നുണ്ടല്ലോ. ഇന്ന് ലീഡ് IASൻ്റെ സക്സസ് പോഡിയത്തിൽ എൻ്റെ കൂടെയുള്ളത് ഷിംനയാണ്. ഷിംന ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 317 റാങ്ക് കരസ്ഥമാക്കി. 4ാമത്തെ അറ്റംപ്റ്റാണ്. മുമ്പിലെ 3 അറ്റംപ്റ്റിലും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പെർസീവറൻസോടുകൂടി ഷിംന പഠിച്ചു. ഷിംനയ്ക്ക് ഇത്തവണ റാങ്കും കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ക്ലാസ് റൂമിൽ നമ്മൾ ഒരുപാട് ആൻസേഴ്സ് എഴുതിയതാണ്. അപ്പോൾ ഈ ക്ലാസ് റൂമിലേക്ക് വീണ്ടും ഈ സക്സസ് പോഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷിംന എന്ത് തോന്നുന്നു, ലോങ് ജേർണി? ഒരുപാട് സന്തോഷമുണ്ട്. അതിനേക്കാളും ഉപരി സമാധാനമാണ് തോന്നുന്നത്. ഒരു 3 അറ്റംപ്റ്റിലും എനിക്ക് പ്രിലിംസ് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് ഡൗട്ട് അതിൻ്റെ പീക്കിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായി. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്തവണ പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂവും അറ്റേഗോ ചെയ്യാൻ പറ്റിയതെന്ന് വിചാരിക്കും. ഓക്കെ, എന്തായിരുന്നു ഈ പ്രിലിംസ് കയറാതെ വന്നപ്പോൾ ഓക്കെ ഒന്നും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും എന്ന് തോന്നാൻ എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നോ? ഒന്നുള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം പ്രിലിംസ് പോയത് ചെറിയ ചെറിയ മാർജിനുകളിലായിരുന്നു. ആദ്യത്തെ തവണ 3 മാർക്കിന് പോയി, പിന്നത്തിൽ 0.3 മാർക്കിനാണ് പോയത്. അപ്പോൾ ചെറിയ മാർജിനായിരുന്നു. അപ്പോൾ അടുത്ത തവണ പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. പിന്നെ 3rd അറ്റംപ്റ്റിൻ്റെ സമയത്ത് കുറേ മിസ്റ്റേക്കുകൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റി. പിന്നെ സാറൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രിലിംസ് കയറുകയാണെങ്കിൽ ലിസ്റ്റിൽ വരാമെന്ന്. അപ്പോൾ അങ്ങനെ പുറത്തുള്ളവർ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല നീ ഇതുകൊണ്ട് ബാക്ക് ചെയ്യേണ്ട, നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിംന എഞ്ചിനീയറാണ്. CETയിൽ നിന്ന്, തിരുവനന്തപുരം CETയിൽ നിന്ന് ബിടെക് കഴിഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഇങ്ങനെ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ആലോചന വന്നത്? അത് ഡിഗ്രിക്ക് ശേഷമായിരുന്നു, അങ്ങനെ നേരത്തെ തന്നെ ഉള്ളിലുണ്ടായിരുന്നോ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എഴുതണം, നേടിയെടുക്കണം എന്നൊക്കെ? സിവിൽ സർവീസ് നേടണം എന്നങ്ങനെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ട്. അത് 8th സ്റ്റാൻഡേർഡിലാണ് എൻ്റെ ഓർമ്മ. എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷഹീൻ എന്ന് പറഞ്ഞിട്ട്. അവളുടെ ഡ്രീം ആയിരുന്നു സിവിൽ സർവീസ് ആവണം എന്നുള്ളത്, എൻ്റെതായിരുന്നില്ല. ഭാവിയിൽ അവളത് പെർസ്യൂ ചെയ്തില്ല. പക്ഷേ ഞാൻ പിന്നീട് അതിൽ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടു എന്ന് തോന്നുന്നു. പിന്നീട് കോളേജിൽ എത്തിയതിൻ്റെ ശേഷമാണ് കൂടുതൽ ഇതിലേക്ക് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കൂട്ടുകാരുടെ ഡ്രീം കട്ടെടുത്തിട്ടാണ്. ഓക്കെ, അപ്പം സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്തെങ്കിലും കോളേജ് കാലഘട്ടത്തിൽ ചെയ്തിരുന്നോ? കോളേജിൽ അങ്ങനെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പത്രം വായിക്കാന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു 3rd ഇയറിലൊക്കെ ആയപ്പോൾ. അപ്പോൾ ഒരു ആൻഡമാനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആൻഡമാൻ ഒറീസയിൽ, ഭുവനേശ്വറിന്. അപ്പോൾ അവൾക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഹിന്ദു വായിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് അത്രയൊന്നും ഞാൻ സക്സസ് ആയിട്ടില്ല. അതിൽ ഞാൻ അങ്ങ് വിട്ടു. അത്ര സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയില്ല ആ സമയത്ത്. സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നോ? എങ്ങനെയായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ? കാരണം ഇംഗ്ലീഷ് പത്രം വായിച്ച് സ്ട്രഗിൾ ചെയ്യായിരുന്നല്ലോ ഡിഗ്രി കാലഘട്ടത്തിൽ. ഞാൻ ഇംഗ്ലീഷ് മീഡിയം തന്നെയായിരുന്നു. പിന്നെ സാധാരണ അടുത്തുള്ള സ്കൂളിലുമായിരുന്നു, അൽഹുദ എന്ന് പറയും. അതിനുശേഷം MSP അത് ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. പിന്നീട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. പക്ഷേ ഇംഗ്ലീഷ് എപ്പോഴും എൻ്റെ ഒരു പേടി സ്വപ്നമായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തത് ഇന്റർവ്യൂ സ്റ്റേജിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു, കാരണം ഷിംനനെ എനിക്ക് 2019 തൊട്ടേ അറിയാം. ഒരു സന്തോഷമുള്ള കാര്യം വെച്ചാൽ ഷിംന എൻ്റെ ആദ്യത്തെ മലയാളം ബാച്ചിലർ സ്റ്റുഡൻറ്റ് കൂടിയാണ്. ഞാനിപ്പോൾ മലയാളം എടുക്കുന്നില്ലെങ്കിൽ പോലും മലയാളം ലിറ്ററേച്ചർ ഓപ്ഷനിലായിരുന്നു. ഷിംന എൻ്റെ ആദ്യത്തെ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് തൊട്ട് ഷിംന എഴുതുന്ന ആൻസേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പക്ഷെ അന്നൊന്നും ലാംഗ്വേജ് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പം എങ്ങനെയാണ് ലാംഗ്വേജിനെ ഒന്ന് കൈകാര്യം ചെയ്തത്? കാരണം അതായിരുന്നല്ലോ ഏറ്റവും വലിയ പേടി, ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇംഗ്ലീഷ് പിക്ക് ചെയ്ത് എങ്ങനെയാണ്?
ഇംഗ്ലീഷിൽ എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, എഴുതാനും പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നി. ഓക്കെ. ചില വേർഡ്സുകളൊക്കെ എനിക്ക് കിട്ടാതായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ കൂടുതൽ എൻ്റെ കണ്ടന്റ് ബിൽഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ ലിറ്ററേച്ചർ ഒന്നും ആവശ്യമില്ലല്ലോ, ഒബ്ജക്റ്റീവായിട്ട് എഴുതാന്നുള്ളതാണ്, പോയിന്റ് ആയിട്ടാണ് ഞാൻ എഴുതിയത്. അപ്പോൾ എനിക്ക് അവിടെ ബുദ്ധിമുട്ടില്ല. എനിക്ക് സംസാരിക്കുന്നതിലായിരുന്നു പ്രശ്നം. എൻ്റെ ചിന്തയും ഞാൻ സംസാരിക്കുന്നതും ഒരേ സമയം പറ്റുന്നുണ്ടായില്ല, സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നില്ല. ഞാൻ മലയാളത്തിലാണ് ചിന്തിക്കുന്നത്, അതിനെ പിന്നെ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യാണ്. അതിനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർവ്യൂ സ്റ്റേജിലാണ് അതിനുള്ള എഫേർട്ട് ഇട്ടിട്ടുള്ളൂ. ഞാൻ പലപ്പോഴും ഇവിടെയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഞാൻ സാറിൻ്റെ മുന്നിൽ തന്നെ ഞാൻ സാർ എനിക്ക് പറ്റുന്നില്ല, അപ്പോൾ സാർ പറഞ്ഞു പിന്നെ പറഞ്ഞു നോക്ക്, നിൻ്റെ ഉള്ളിലുണ്ട്, പറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടുത്തെ GD ഉണ്ടല്ലോ, അത് 1 വീക്ക് ഗ്യാപ്പിലായിരുന്നു. അപ്പോൾ ഈ 1 വീക്ക് ഗ്യാപ്പിലാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരു ഗ്രൂപ്പ് തുടങ്ങി. ഞങ്ങൾ കോളേജിലെ ഫ്രണ്ട്സ്, UPSC ഒന്നും ഒരു ബന്ധമില്ലാത്ത. അപ്പോൾ അവർ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും എൻ്റെ ഡാഫൊന്നും, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ അവരോട് ഇംഗ്ലീഷ് സംസാരിച്ചു. പിന്നീട് ഈ ഇന്റർവ്യൂവിന് ഇത്തവണ പോകുന്ന ഞങ്ങൾ എല്ലാ ദിവസവും 9:30 മുതൽ 11:30 വരെ പരസ്പരം ഡാഫ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. പിന്നെ രജത്തുമായിട്ട് ട്രാൻസ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടുകാരുണ്ട്, ഞങ്ങൾ എനിക്ക് 3 ബ്രദേഴ്സാണ്. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങി, വാട്സപ്പിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിലെല്ലാ കണ്ടന്റും ഇടും. അപ്പോൾ എൻ്റെ ഡാഫ് ബേസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിലിടും. അപ്പോൾ അതിലാണ് ഞാൻ കൂടുതലും എൻ്റെ ഇന്റർവ്യൂവിനുള്ള വർക്കൊക്കെ ഇട്ടിട്ടുള്ളത്. ഗ്രേറ്റ്. ഐ മീൻ ഒരു വലിയൊരു കളക്റ്റീവ് എഫേർട്ട് അതിൻ്റെ പുറകിലാണ് ഇമ്പ്രൂവ് ചെയ്തെടുത്തതിൽ. കാരണം ഇന്റർവ്യൂ ഐ നോ ദാറ്റ് ഹൗ യു ഇംപ്രൂവ്. അതിന് തുടക്കത്തിലൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും അവസാനം ഇന്റർവ്യൂവിന് പോകുന്ന സമയമാകുമ്പോഴേക്കും അത് പാച്ചപ്പ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രശ്നമായിരുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ശരിക്കുള്ള ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ആദ്യം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതും ലിമിറ്റ് ചെയ്യുമായിരുന്നു. എന്നെ മുഴുവനായിട്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവസാനമായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അവരെൻ്റെ ഇംഗ്ലീഷ് നോക്കാൻ നിൽക്കുന്നവരല്ലല്ലോ. അപ്പം ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ അങ്ങ് പോയി ചെയ്യാൻ ചെയ്ത്. ഓക്കെ, നമുക്ക് എക്സാമിൻ്റെ ഓരോ സ്റ്റേജ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. പ്രിലിംസ് 3 തവണ കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയ മാർക്കിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ലാസ്റ്റ് അറ്റംപ്റ്റിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഇത്രയും കാലം പഠിച്ചതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് എഫേർട്ടിലാണോ 4th അറ്റംപ്റ്റ് കയറിപ്പോകുന്നത്? എന്താ തോന്നുന്നത്? ക്യുമുലേറ്റീവ് എഫേർട്ട് ഉണ്ട്. നമ്മുടെ കണ്ടൻറ്റൊക്കെ കുറച്ചും കൂടെ നമ്മൾ കൂടുതൽ റിവൈസ് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് എൻ്റെ പ്രിപ്പറേഷൻ മോശമായതുകൊണ്ടാണ് ഞാൻ കയറാത്തതെന്നാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് അറ്റംപ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് പഠിക്കാത്തതുകൊണ്ടാണ് കയറാത്തത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ബുക്ക് പഠിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നീട് 3rd അറ്റംപ്റ്റിൽ ഞാൻ പേപ്പർ 1 ക്ലിയറായും CSAT ആണ് ഞാൻ പോയത്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമായിരുന്നു. കാരണം ഞാൻ പേപ്പർ 1 എൻ്റെ ആ ബേർഡൻ ഞാൻ CSAT ഇമ്പാക്റ്റ് ചെയ്തു. അപ്പം ഞാൻ അന്നാണ് റിയലൈസ് ചെയ്യുന്നത് 3rd അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം. ഞാൻ ചെയ്തത് പ്രിപ്പറേഷനിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ മൈൻഡ് സെറ്റിലായിരുന്നു. ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂം മാറി വേറെ റൂം എടുത്തു. ഞാൻ പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു, പ്രിലിംസ് ടെസ്റ്റ് സീരീസിനും മെയിൻസ് ആൻസർ റൈറ്റിങ്ങിനുമായിട്ട്. പിന്നീട് പുതിയ റീഡിംഗ് റൂം എടുത്തു. ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു എൻ്റെ കഴിഞ്ഞ 3 വർഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കോളേജിൽ അങ്ങനത്തെ ഒരാളായിരുന്നില്ല, ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ പഠിക്കുന്ന ആളായിരുന്നു. പിന്നെ അത് ഞാൻ വീണ്ടും, എനിക്ക് ഹാഷിർ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ വർഷം ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. ഇതൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ എക്കോസിസ്റ്റം നന്നാക്കാൻ വേണ്ടി ഞാൻ ചെയ്തത്. പിന്നെ സ്ട്രാറ്റജി വൈസ് പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായി. ആ ഒരു 3rd അറ്റംപ്റ്റിൽ ഞാൻ 2 മാസമാണ് പ്രിലിംസിന് പഠിച്ചത്. ശരിക്കും ഒരുപാട് കാരണങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ വർഷം പേപ്പർ 1 കയറി. അപ്പോൾ എനിക്ക് തോന്നി അവിടെ റിവാർഡ് ചെയ്തത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തതാണെന്നുള്ളത്. അങ്ങനെ ഇത്തവണ ഞാൻ അത് കുറച്ചും കൂടി എക്സ്റ്റെൻസീവായിട്ട് ഞാൻ ചെയ്തു. അതിൻ്റെ UPSCൻ്റെ ലാംഗ്വേജ് എന്താ, പിന്നെ ഈ ഓപ്ഷൻസൊക്കെ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് നടത്തി. അത് ഞാനൊരു എക്സൽ ഷീറ്റിൽ ഫിൽറ്റർ ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്ട്രാറ്റജിക്കലായിട്ടും മൈൻഡ് സെറ്റിലും മാറ്റം വന്നപ്പം പ്രിലിംസിന് ഓപ്പൺ ആയെന്നുള്ളതാണ്. പിന്നെ മോക്ക് ടെസ്റ്റും എടുത്തിരുന്നു. ഞാനും ഹാഷറും കൂടിയാണ് മോക്ക് ടെസ്റ്റ് എടുത്തത്. അപ്പോൾ ഓരോ ടെസ്റ്റിന് ശേഷം ഞങ്ങൾ അനലൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് അറ്റംപ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു, ഞാൻ ഒരുപാട് റിസ്ക് എടുത്ത് അറ്റംപ്റ്റ് ചെയ്യുന്ന ആളാണ്. അവസാനം ഞങ്ങളൊരു ബാലൻസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ വർഷം ഞങ്ങൾ 2 പേരും പ്രിലിംസും കയറി. ഓക്കെ, മെയിൻസിലേക്ക് വരാം. മെയിൻസിൻ്റെ 2 കാര്യങ്ങളാണല്ലോ, കണ്ടൻറ്റും റൈറ്റിങ്ങും പ്രാക്ടീസും. കണ്ടൻറ്റിലേക്ക് വരാം. കണ്ടൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് ഓവർ ദ പീരീഡ്, എങ്ങനെയാണ് സിലബസിലെ ഓരോ കാര്യങ്ങളും ക്ലാസ് എടുത്ത നോട്ട് ഉപയോഗിക്കുകയായിരുന്നോ, അത് അതിൻ്റെ മേലേക്ക് എൻറിച്ച് ചെയ്തോ, സെപ്പറേറ്റ് ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തോ, എങ്ങനെയായിരുന്നു കണ്ടൻറ്റ് എൻഷുർ ചെയ്തത്? മെയിൻസിൻ്റെ സിലബസിൽ എന്ത് ചോദിച്ചാലും എനിക്ക് എഴുതാനുണ്ടെന്ന് ഉറപ്പാക്കിയത് എങ്ങനെയാണ്? ഞാൻ നോട്ടിൻ്റെ പറയുകയാണെങ്കിൽ ഞാൻ പ്രിലിംസിൻ്റെ 3rd അറ്റംപ്റ്റിന് ശേഷം ഞാൻ ഇൻറ്റേർണൽ സെക്യൂരിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഗവേണൻസ് ഇങ്ങനത്തെ മെയിൻസ് മാത്രമുള്ള ടോപ്പിക്കുകൾ എടുത്തു. അത് കുറച്ചും കൂടി റിവാർഡിങ് ആയി തോന്നി നോട്ട് ഉണ്ടാക്കിയാൽ. അതിനൊരു നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് ഈ നോട്ട് ഉണ്ടാക്കുന്ന കൂടെ തന്നെ ടോപ്പേഴ്സിൻ്റെ ആൻസർ കോപ്പീസും അവരുടെ നോട്ടുകളും ഞാൻ ഒരുപാട് റെഫർ ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മെഹക് ജെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരുപാട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നീട് ഞാൻ പ്രിലിംസിന് ശേഷം ചെയ്തത് നമുക്കിവിടെ ടെസ്റ്റുകളുണ്ട് 1 വീക്ക് ഗ്യാപ്പിൽ. അപ്പോൾ ഞാനൊരു 160 പേജിൻ്റെ ഒരു നോട്ട് വാങ്ങിയിരുന്നു. അതിലാണ് ഞാൻ GS 1, 2, 3 എല്ലാം ഫില്ല് ചെയ്ത് വെച്ചത് അതിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതിനുള്ളിൽ കണ്ടന്റ്, ഡാറ്റ, എക്സാമ്പിൾസ് ഒക്കെ അത് നോട്ടിൽ തന്നെ ആഡ് ചെയ്ത് വെക്കുക ചെയ്തു. ഓക്കെ, റൈറ്റിങ്ങിലേക്ക് വരാം. അപ്പം ആൻസർ റൈറ്റിങ്ങിൽ ഷിംനയുടെ റൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് ഉണ്ടാവും, സിമ്പിളാണ്, പ്രസൻറ്റബിൾ ആണ്. അപ്പം അത് കോൺഷ്യസ്ലി അങ്ങനെ ആക്കി എടുത്തതാണോ? ഒരു നല്ല ആൻസർ റൈറ്റിങ്ങിന് ഷിംന എപ്പോഴും കീപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസറിന് എനിക്ക് തോന്നുന്നു നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ. അതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടും. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഡിഫറെൻറ്റ് പാർട്ടുകളുണ്ട്. ആ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മളത് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അത് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കണ്ടന്റ് ആണ് എനിക്ക് തോന്നുന്നു. അതിന് ഞാൻ ടോപ്പേഴ്സ് ആൻസേഴ്സ് കോപ്പീസ് ഇവിടുന്ന് കിട്ടുന്ന ആൻസർക്ക് ഞാൻ റെഫർ ചെയ്തിട്ട് അതിൽ നിന്നുള്ളത് എൻ്റെ നോട്ടിലേക്ക് ആഡ് ചെയ്തിരുന്നു. പിന്നെ പ്രാക്ടീസാണ്, ടൈം മാനേജ്മെൻറ്റ് നമ്മൾ അധികം അറിയണം. അതിൽ ഞാൻ ചെയ്തത് 10 മാർക്കർ ക്വസ്റ്റ്യന് 7.5 മിനിറ്റും 15 മാർക്കേഴ്സിന് 10.5 മിനിറ്റും. ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആ ക്വസ്റ്റ്യൻ ആ സമയമാകുമ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും എന്നുള്ള ഒരു മൈക്രോ മാനേജ്മെന്റ് സാറ് പറഞ്ഞു തന്നായിരുന്നു. ഭയങ്കര എഫക്റ്റീവ് ആണ്. എനിക്ക് ആദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആദ്യത്തെ ടെസ്റ്റിന് ലെസ് ദാൻ 11 അങ്ങനെ എന്തോ ചെയ്തത്. അവസാനത്തെ ഫുൾ ടെസ്റ്റിനാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം എത്രമാത്രം എഴുതണം എന്നാണ് ഷിംനയുടെ ഒരു അഭിപ്രായം? ഒരു പ്രിലിംസ് ടു മെയിൻ സ്റ്റേജിൽ സാധാരണ എടുക്കുന്ന ടെസ്റ്റ് സീരീസും പിന്നെ ഡെയിലി ആൻസർ റൈറ്റിംഗ് മതിയാവില്ലേ ഒരു നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? അതെ അതെ, ഞാൻ നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിനായിരിക്കും നമ്മൾ എഴുതുന്ന ടെസ്റ്റുകൾ. അത് നമ്മൾ പഠിച്ചിട്ടാണ് വന്ന് എഴുതുന്നത്. അപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. പിന്നെ അറിയാത്ത ചോദ്യങ്ങളും നമ്മൾ എഴുതേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതിനാണ് ഡെയിലി ആൻസർ റൈറ്റിംഗ്. നമ്മൾ റാൻഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയേഴ്സ് ആണ്, പക്ഷേ റാൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാനും പഠിക്കും. പിന്നെ ഞാൻ അല്ലാതെ പ്രീവിയസ് ഇയർ വീട്ടിലിരുന്ന് തന്നെ ഒരുപാട് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്തിട്ടുണ്ട്. എഴുതിയിട്ടില്ല, പക്ഷേ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഫ്രെയിം വർക്ക്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ശരത് സാറെ ക്ലാസ്സിൽ നിന്ന് എടുത്തതും അല്ലാതെ ഞാൻ തന്നെ ഒരു A4 ഒരുപാട് ഓരോ സബ്ജക്റ്റിനും ഉള്ള ഫ്രെയിം വർക്ക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഫ്രെയിം വർക്സിനെ കുറിച്ചൊന്ന് ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഫ്രെയിം വർക്ക് എന്നുള്ളത്. ശരിക്കും ആൻസർ റൈറ്റിംഗിൽ അതെങ്ങനെ ബെനിഫിഷ്യൽ ആവുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ജോഗ്രഫിയിൽ ഇത്തവണ GS 1 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഏൻഷ്യൻ മിഡീവൽ ഹിസ്റ്ററിനെ ഇവല്യൂഷൻ ഹെൽപ്പ് ചെയ്തതെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ജോഗ്രഫിയുടെ ഫ്രെയിം വർക്കാണ് യൂസ് ചെയ്തത്. ടോപ്പോഗ്രഫി, സോയില്, ക്ലൈമറ്റ്, റെയിൻ, ഇതിൽ നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. സോയില് ബീഹാർ റീജിയനിലെ അലൂവിയൽ സോയിലാകുമ്പോൾ മഗധ ഡൈനാസ്റ്റി അവിടെ വളർന്നു വന്നു. പോർട്ടുകളുണ്ട്, അപ്പോൾ അത് കൂടുതൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്തു. മൺസൂൺ വരും, മൺസൂൺ വന്നതുകൊണ്ടാണ് അറബ്സ് നമുക്ക് വന്ന് ഇങ്ങനെ ഇതായിരുന്നു ആ ഫ്രെയിം വർക്ക്. അല്ലാതെ നമ്മൾ ഓരോന്നും ആലോചിക്കാൻ നിന്നാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. കാരണം ഇത് ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഫ്രെയിം വർക്ക് നമ്മുടെ തിങ്കിങ്ങിനെ ഫാസ്റ്റൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നല്ല രീതിയിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ മെയിൻ സ്കില്ലറിൽ നിന്ന് എല്ലാവരും അക്നോളജ് ചെയ്തൊരു കാര്യമാണ്. ഇത് ഭയങ്കര എഫക്റ്റീവ് ടെക്നിക്കാണ് എന്നുള്ളതും കൂടെ. നമ്മൾ അറ്റംപ്റ്റ് സ്പീഡ് കുറയുമ്പോൾ നമ്മൾ വിചാരിക്കും എഴുത്തിൻ്റെ സ്പീഡാണ് പ്രശ്നം. നമ്മൾ തിങ്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡായിരുന്നു. അതെ അതെ, ഓക്കെ. നമുക്ക് ഇൻ്റർവ്യൂവിലേക്കും കൂടെ വരാം. ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചത്? ഇൻ്റർവ്യൂവിൽ എനിക്ക് സഞ്ജയ് വർമ്മ സാറുടെ ബോർഡായിരുന്നു, February 28. അപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു ഒരു essay കോമ്പറ്റീഷൻ വിൻ ചെയ്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ടോപ്പിക്കിലാണ് എഴുതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സിഗ്നിഫിക്കൻസ് ഓഫ് യൂത്ത് ആണെന്ന്. അപ്പോൾ ചോദിച്ചു ഇപ്പോൾ ഈ ജെൻസി മില്ലേനിയൽ എന്നൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഒപ്പീനിയനിൽ എന്താണ് യൂത്ത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, ഇൻ്റലക്ച്വലി ക്രിയേറ്റീവ്ലി ഒക്കെ ആക്റ്റീവായിരിക്കുന്നവരെ നമുക്ക് യൂത്ത് എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു സോ നമ്മളൊക്കെ നിങ്ങൾ യൂത്തായിട്ടാണോ കാണുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അതൊരു ലൈറ്റനായി. പിന്നീട് കേരള ബേസ്ഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, പിന്നീട് മലപ്പുറത്തിൻ്റെ എക്കോണമി എങ്ങനെയാണ്, കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടോ, പിന്നെ മലയാളം ലിറ്ററേച്ചറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മലയാളം നോവലുകളൊക്കെ സിനിമയാക്കുന്നുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ചോദിച്ചു. പിന്നെ അവസാനത്തെ ചോദ്യം, കേരളത്തിലുള്ളവർ ഒരുപാട് റൈറ്റുകൾ ഡിമാൻഡ് ചെയ്യും, പ്രൊട്ടസ്റ്റ് ചെയ്യും, പിന്നെ കുറച്ച് ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ പുറം രാജ്യങ്ങളിൽ പോയാൽ നമ്മൾ അത് അതുപോലെ ഫോളോ ചെയ്യും, നമ്മളതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനൊന്നും പോവില്ല. അതൊരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. ഏത് സാഹചര്യത്തിനോടും നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താനും കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അങ്ങ് ചിരിച്ചു. അത് ഇതായി. അങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫുള്ള്. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഇൻ്റർവ്യൂവിൽ ആദ്യം ഡാഫ് പ്രിപ്പയർ ചെയ്യാൻ ചെയ്തത്. അവിടെ ഞാനൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ആദ്യം പത്രം വായിക്കലും കറണ്ട് അഫയേഴ്സാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ എവിടെ എത്തിയെന്ന് തോന്നില്ല, കാരണം കറണ്ട് അഫയേഴ്സ് ഒരുപാടുണ്ട്. അങ്ങനെ സാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ആ ഡാഫ് പഠിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഡാഫിന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ള ഉത്തരങ്ങൾ എഴുതി, എന്നിട്ട് അത് പഠിച്ചു. പിന്നെ അത് ഒരുപാട് തവണ റിഫൈൻ ചെയ്തിട്ടുണ്ട് മോക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരുന്നിട്ട്.
പിന്നീട് കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ രണ്ട് ന്യൂസ് പേപ്പർ ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ GDക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനത്തെ GDകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു 1 വീക്ക് ഗ്യാപ്പ് അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അടുത്ത GDക്ക് പോകും. ആദ്യത്തെ GDയിലൊക്കെ പലപ്പോഴും സ്റ്റക്ക് ആയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന് അറിയാം. പിന്നെ നമ്മളൊന്നും ഡിസപ്പോയിന്റ് ചെയ്യില്ല അവിടെ ആരും. സാർ ആ കുഴപ്പമില്ല, ചിലർക്കൊക്കെ ഇങ്ങനെ പറ്റുന്ന ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊന്ന് ഉള്ളിലുള്ള ഒരു ബോധ്യമാണ് നമ്മളെ എല്ലാ കാര്യങ്ങളിലും ഷിംനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഈ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ടെക്നിക്ക്, എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതി പഠിച്ചതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ എന്തെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് ടെക്നിക്സോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ റിവിഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് അറ്റംപ്റ്റ് ആകുമ്പോൾ നമ്മൾ ഈ ലക്ഷ്മികാന്തൊക്കെ വായിച്ച് നമുക്കൊരു മടുപ്പ് വരും. അപ്പം ഞാൻ തിരിച്ചു ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ആണെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കും, റീകോളിങ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിമൂവൽ, എന്തൊക്കെയാണ് പവേഴ്സ്, ഈ രീതിയിൽ. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വായിക്കാൻ നിന്നിട്ടില്ല, അടുത്തിലേക്ക് പോകും. ഒരു റിവേഴ്സ് തിങ്കിങ്ങിൽ കൂടെ ചിന്തിച്ചു അല്ലേ? പിന്നെ കുറച്ച് പ്രോബബിൾ ഏരിയാസ് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ മാപ്പിംഗ് ഒക്കെ ചെയ്താൽ നമുക്ക് ഭയങ്കര റിവാർഡിങ് ആണെന്നുള്ളത്. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എനിക്ക് അറ്റ്ലസ് എടുത്ത് റെഫർ ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടായിരുന്നു. കാരണം അത് ചിലപ്പോൾ ഹോസ്റ്റലിലായിരിക്കും, റീഡിംഗ് റൂമിലായിരിക്കും, അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിൽ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത് സ്ഥലങ്ങൾ. എൻ്റെ ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെലഗ്രാം ആണെങ്കിലും എനിക്ക് അറിയില്ല, എൻ്റെ ടെലഗ്രാം ഒരു OneNote പോലെയാന്ന് തോന്നുന്നു. നമ്മൾ ഫോൾഡറിലായിട്ട് എൻ്റെ മേലെ തന്നെ GS 1, 2, 3, 4 essay ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ആൻസർ കോപ്പീസ് നോട്ടൊക്കെ ഈ ഫോൾഡറിലേക്ക് ഷെയർ ചെയ്തിടും. അപ്പോൾ ഒരു ഓർഗനൈസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്. പിന്നെ എക്സൽ ഷീറ്റും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യാനും. ഓക്കെ, അതോടൊപ്പം തന്നെ എസ്സേക്കും എത്തിക്സിനും നല്ല മാർക്കുണ്ട് ഷിംനയ്ക്ക് അല്ലേ? അപ്പം എത്തിക്സിൽ ഒരുപാട് എഫേർട്ടും ഷിംന ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് എസ്സേ പ്രിപ്പയർ ചെയ്തത്? എസ്സേ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരുപാട് എസ്സേ. ഒരു 10 എസ്സേയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ സാറുടെ അടുത്തുനിന്ന് കറക്റ്റ് ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് എനിക്ക് പ്രശ്നം കൺക്ലൂഷനിലാന്ന് മനസ്സിലായിരുന്നു. കൺക്ലൂഷൻ എൻ്റെ അത്ര പോസിറ്റീവ് ആയിരുന്നില്ല. ആ ഒരു ചലഞ്ചസ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് നിർത്തുമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കൺക്ലൂഷൻസ് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രേംപൂർ എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു, ലൈക്ക് ലവ് ഓഫ് സിറ്റി. അപ്പോൾ നമുക്ക് ഏതിലും എഴുതാം, ഏത് എസ്സേയിലും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രേംപൂർ ആക്കാം ഇന്ത്യനെ എന്ന് പറഞ്ഞാൽ നമുക്കത് എൻഡ് ചെയ്യാം മേ ബി. അങ്ങനെ കുറച്ച് കൺക്ലൂഷൻസ് അതിന് വേണ്ടി എഫേർട്ട് ഇട്ട് ഇതാക്കി. അങ്ങനെ ഈ എസ്സേ എഴുതുന്നതിന് പുറമെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ് നടത്തി. ഞാൻ ചെയ്തത് ഈ സിവിൽ സർവീസ് ഗ്രൂപ്പുകളിൽ ഉണ്ടാവും, നമ്മൾ മാർക്കൊക്കെ ഒരു എക്സൽ ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പർ ആരാ നോക്കി, അപ്പോൾ എസ്സേയിലും ടോപ്പർ ആരാ നോക്കിയിട്ട് അവരുടെ എസ്സേസ് എടുത്തിട്ട് അത് ഈ ഫോൾഡറിലേക്ക് ആഡ് ചെയ്തിടും. എന്നിട്ട് അത് എസ്സേ ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറിങ്ങും പിന്നെ ഒരു 10 എസ്സേ ആണ് ഞാൻ ടോട്ടൽ എഴുതിയത്. എത്തിക്സിനും മാർക്കുണ്ടല്ലോ, എത്തിക്സിന് എങ്ങനെയാണ് മാനേജ് ചെയ്തത്? എത്തിക്സിൽ എനിക്ക് തോന്നുന്നു അതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ഇതാണ്, നമ്മൾ ക്രിയേറ്റീവ് കുറേ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. എത്തിക്സിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഡെയിലി ഒരെണ്ണം എഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി ആദ്യം തന്നെ. അത് 90% എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടും കുറേ പ്രാക്ടീസ് ചെയ്തു. ഇതിന് പുറമെ എനിക്ക് തോന്നി പേപ്പർ നമ്മൾ ഫസ്റ്റ് ഇല്ലേ സെഷൻ 10 മാർക്കിൻ്റെ, അതിലാണ് കൂടുതൽ നമുക്ക് സ്കോറിങ് എന്ന് തോന്നിയിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടത്. അത് ഈ മെഹക് ജെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ നോട്ടുകൾ, ഇവരുടെ എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതുക എന്നുള്ളത് നോക്കി. പിന്നീട് എക്സാമ്പിൾസ് സാറ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തത്, നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് കളക്ട് ചെയ്തു. എല്ലാത്തിനും സ്പെസിഫിക് എക്സാമ്പിൾ നടക്കില്ലായിരുന്നു, അതാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കേസ് സ്റ്റഡി ആണെങ്കിൽ എല്ലാ കേസ് സ്റ്റഡി മോണോട്ടോണസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റേതായിട്ടുള്ള കുറച്ച് മെത്തേഡ് ഞാൻ യൂസ് ചെയ്തിരുന്നു. അത് സെൻട്ര മാമിനെ അറിയുന്നുണ്ടാവും, ഞാൻ ലാസ്റ്റ് വീക്ക് വരെ മിസ് ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ച് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെറിറ്റും ഡിമെറിറ്റൊക്കെ എഴുതുമ്പോൾ നമുക്കൊരു യൂഷ്വലി ടേബിൾ വരച്ചാണ് എഴുതുക. അതിന് പുറമെ വേറെ സ്ട്രാറ്റജി, പിന്നെ ഇത് സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്രെയിം വർക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാ കേസ് സ്റ്റഡിയും ഒരുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഹെൽപ്പ് ചെയ്തതെന്ന്. ഈ സിവിൽ സർവീസ് നമ്മൾ ഇത്രയും കാലം ഇതിനു വേണ്ടി തന്നെ ഇരിക്കുകയാണെന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് മനോരമ ന്യൂസിൽ ചെറിയൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഒരുപാട് പേര് കുറേ ചോദ്യങ്ങളൊക്കെ ഷിംനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഐ മീൻ ഇത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം. കാരണം വെച്ചാൽ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഒരു 2 അറ്റംപ്റ്റിന് അപ്പുറത്തേക്ക് ആരും പോകാറില്ല. വളരെ റെയറായിട്ട് ഒരു വുമൺ ഒരു 4 അറ്റംപ്റ്റ് അല്ലെങ്കിൽ 5 അറ്റംപ്റ്റ് ഒക്കെ എടുക്കാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിറ്റൽ പ്രഷറും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഷിംന എങ്ങനെയാണ് അത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു എനിക്കറിയേണ്ടത് അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കും, പലരും
ഡിസ്ട്രാക്റ്റഡ് ആവും, ഇറിറ്റേറ്റഡ് ആവും. കാരണം ഈ ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് സമൂഹം മാറ്റിമറിച്ചിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നപ്പം വാട്ട് വാസ് യുവർ അപ്രോച്ച്? ഞാൻ ഇതുപോലെ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്, ഡിസ്ട്രാക്റ്റഡും ആയിട്ടുണ്ട്. കാരണം പുറത്തുള്ള കണ്ടീഷൻസ് പലപ്പോഴും നമ്മളെ എഫക്റ്റ് ചെയ്യും. നമ്മൾ എത്ര പോസിറ്റീവായിട്ട് നിൽക്കാൻ നോക്കിയാലും ഇപ്പം എന്നെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. ആദ്യം വിചാരിച്ചത് ഇത് എൻ്റെ മാത്രം പ്രശ്നമാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് ഇതിൽ കൂടെ തന്നെയാണ് പോകുന്നതെന്ന്. അപ്പം ഞാൻ അതിനെ പതുക്കെ അത് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ പറയുന്നവർ പറഞ്ഞോട്ടെ, ഞാൻ ഈ ചെവിയിലൂടെ കളയാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ നമ്മൾ ട്രിവാൻഡ്രാണ് വരുന്നത്, വീട്ടിലധികം നിൽക്കുന്നില്ല, ഫംഗ്ഷൻസിന് പോകുന്നില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ കുറേ ഐസൊലേറ്റഡ് ആണ്. ഡയറക്റ്റായിട്ട് നമുക്ക് കേൾക്കേണ്ടി വരുന്നില്ല. പലപ്പോഴും വീട്ടുകാരായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേൾക്കുന്നുണ്ടാവും. അത് സ്വാഭാവികമാണ്, അവർ ചിലപ്പോൾ കൺസേൺ കൊണ്ട് ചോദിക്കുന്നതായിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരാണ് എന്നെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്തത്. അപ്പോൾ വീട്ടുകാർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവർ പറയും അത് കുഴപ്പമില്ല, അവൾ പഠിക്കുകയാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത്രയും അതിനെ ബോധർ ചെയ്തിട്ടില്ല. കുറേയൊക്കെ ആയപ്പോൾ ഞാൻ അത് നെഗ്ലക്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ റിസൾട്ടിനെ പറ്റിയും പറയും, അയ്യോ ഇനി കിട്ടിയില്ലെങ്കിൽ ഇവരുടെയൊക്കെ എന്ത് പറയും എന്നുള്ള അതും ഞാൻ പതുക്കെ അങ്ങ് മാറ്റി വെച്ചു. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നിന്നാൽ നടക്കില്ല എന്നൊരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി. റിസൾട്ട് വന്നപ്പോൾ എന്തെങ്കിലും സ്വീറ്റ് മെമ്മറീസ് ഉണ്ടോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓർത്ത് വെക്കാൻ പറ്റുന്ന, കാരണം ലോകം മുഴുവൻ ചുറ്റുമുള്ളത് മാറുകയാണല്ലോ ഒരു ദിവസം കണ്ട്. ബാക്കിയുള്ളവർ നമ്മളെ കാണുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എവിഡൻ്റ് ആയിട്ട് തോന്നും. ഇതുപോലെ നമ്മോട് ചോദിച്ചവരൊക്കെ പലപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഓക്കെ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു റിവെഞ്ചൊന്നും അല്ല, അത് അങ്ങനെയാണ്. അവര് അത് പറയും, പക്ഷെ നമ്മൾ അതിൽ ഡിസ്ട്രാക്റ്റഡ് ആയാൽ നടക്കില്ല. അതിൽ മുന്നോട്ട് പോയാൽ ഇതൊക്കെ മാറിയും വരുമെന്ന് എനിക്കന്ന് മനസ്സിലായി. പിന്നെ ഏറ്റവും മെമ്മറബിൾ എന്ന് പറയുകയാണെങ്കിൽ പാരൻസിൻ്റെ ഒക്കെ സന്തോഷം തന്നെയായിരുന്നു. അതുപോലെ തന്നെ അറിയേണ്ടുന്ന ഒരു കാര്യം, ഈ ഡിജിറ്റൽ ഡിവൈസ് ഒരുപാട് ഡിസ്ട്രാക്ഷൻ തരുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ എത്രമാത്രം ഈ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുന്നതെന്ന് മാറി നിന്നിട്ടുണ്ട്? എങ്ങനെയാണ് അങ്ങനെ ഒരു എന്തെങ്കിലും ഡിസിപ്ലിൻഡ് ആയിട്ടാണോ ആ ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയാസൊക്കെ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും ഒഴിവാക്കിയിട്ടോ ഡീആക്ടിവേറ്റ് ചെയ്തൊന്നും പഠിക്കാൻ നിന്നിട്ടില്ല. പക്ഷേ ഗ്രാജുവലി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഫോക്കസ് വരും. മൊത്തത്തിൽ നമ്മളൊരു UPSCയിൽ നമ്മൾ ചുറ്റുമൊക്കെ അതന്നെ ടോക്കും ഇതൊക്കെ ആകുമ്പോൾ പതുക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യൽ ഗ്രാജുവലി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഈ അടുത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഒരു 5 വർഷത്തിന് ശേഷം ഞാൻ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഗ്രാജുവലി കുറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മനഃപൂർവ്വം ചെയ്തിട്ടില്ല. അങ്ങനെ സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു? സ്ട്രെസ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരുപാട്, UPSCൻ്റെ സർക്കിളിലും പുറത്തുള്ള ഫ്രണ്ട്സൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അവരുടെ പ്ലാനൊക്കെ പലപ്പോഴും നമ്മുടെ എക്സാമിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ UPSCയിലാണെങ്കിലും ഇൻ്റർവ്യൂവിന് പോയവരൊക്കെ ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ സ്വിമ്മിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ അറ്റംപ്റ്റിൽ പ്രിലിംസിൻ്റെ മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈവനിങ് സ്വിമ്മിങ്ങിന് പോകും. അതും എനിക്ക് നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ് പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഷിംനയ്ക്ക് ഈ തവണ പ്രിലിംസ് അടുത്ത് വരികയാണല്ലോ, 1 മാസം കൂടെ ഉള്ളൂ. അപ്പം പലരും വറീഡാണ്. അപ്പം അവരോട് എന്താ പറയാനുള്ളത് പ്രിലിംസ് എഴുതാൻ പോകുന്നവരുടെ? പ്രിലിംസിന് ഇപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവും കുറേയൊക്കെ. നമ്മൾ ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് സാധനങ്ങൾ തന്നെ റിവൈസ് ചെയ്യാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോക്ക് എടുക്കുന്നതിനും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയേഴ്സ് ആണ്. അതിലാണ് നമ്മുടെ എലിമിനേഷൻ ടെക്നിക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഡേ വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ആണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവിടെ ഇരിക്കുമ്പോൾ ഉള്ള ആ 2 മണിക്കൂറിൽ നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. നമ്മുടെ കോൺഫിഡൻസ്, നമ്മൾ പഠിച്ചതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, എന്നാലേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. അതും ആ സമയത്ത് ആലോചിച്ച് ചെയ്യാൻ നല്ല സമാധാനത്തിൽ പോയി പരീക്ഷ എഴുതുക എന്നുള്ളത്. പിന്നെ ചൂടുമാണ്, എല്ലാവരും ഹെൽത്ത് നോക്കണം എന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങുന്നവരോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? മേ ബി എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇത്ര അറ്റംപ്റ്റ് എന്ന് കൊടുത്തു വരുന്നത് പേഴ്സണലി എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും എന്നുള്ളത്. ഞാനൊരു ഐഡിയ ഇല്ലാതെയാണ് വന്നത്, എത്ര അറ്റംപ്റ്റ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ എന്തുകൊണ്ട് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിലായിരിക്കും വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ UPSC നമുക്ക് തരുന്ന 2 റിസോഴ്സുകളേ ഉള്ളൂ, സിലബസും പ്രീവിയസ് ഇയേഴ്സും. അത് യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നയോ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതൊക്കെ സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ് കേൾക്കുക. ഇതിൽ പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മുന്നിൽ വെച്ചിട്ടാവണം പഠിത്തം തുടങ്ങേണ്ടത്. പിന്നെ ഒരുപാട് റിസോഴ്സുകളിലേക്ക് പോകണ്ട. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സ്പെക്ട്രം വായിച്ചിട്ടില്ല, എല്ലാവരും പറയുന്ന ബുക്കാണ്. പക്ഷെ എനിക്കൊരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്കതൊരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ടായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാനത് വായിച്ചിട്ടില്ല.
അപ്പോൾ നമ്മുടെ ബേസിക് റിസോഴ്സിൽ സ്ട്രിക്ക് ചെയ്യുക. ഒരാൾ പറയുമ്പോൾ തന്നെ നമ്മളത് മാറാനുള്ള ടെൻഡൻസി ഉണ്ടാകും, എസ്പെഷ്യലി സ്റ്റാർട്ടിങ് പോയിന്റിൽ. അപ്പോൾ നമ്മളുടെ റിസോഴ്സ് എന്താണോ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക, ഈ പ്രീവിയസ് ഇയേഴ്സും സിലബസും വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു കൺവിക്ഷൻ്റെയും പിന്നെ അതോടൊപ്പം തന്നെ ഒരു കളക്റ്റീവിൻ്റെയും കൂടെ ഒരു വിജയമാണ് ഷിംനയുടെ എന്ന് തോന്നുന്നത്. കാരണം എല്ലാ സ്റ്റേജിലും കൂടെ വരാൻ ആൾക്കാരുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു, സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ യു ആർ സമ്മൺ ഹു ആർ ജസ്റ്റ് സ്വന്തമായിട്ട് ഒതുങ്ങി നിന്ന് പഠിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ നിന്ന് മാറി കുറച്ചുകൂടെ പുറത്തേക്ക് വന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആവുകയും കുറച്ചും കൂടെ എന്താ പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ കുറേ കൂടെ സ്ട്രീം ലൈൻ ചെയ്യാനും പറ്റി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഷിംനനെ 4-5 വർഷമായിട്ട് പ്രിപ്പറേഷനിൽ ട്രാക്ക് ചെയ്യുന്ന ഒരാളും കൂടി ആയിരുന്നു ഞാൻ. എല്ലാ വർഷവും സാറിന് മെസ്സേജ് അയക്കുന്നതാണ്, പ്രിലിംസ് കയറുമ്പോൾ സാർ കയറിയില്ല. അവസാനം ഫൈനൽ റിസൾട്ടിലേക്ക് ആ ഒരു നല്ല ന്യൂസ് എത്തുകയും ചെയ്തു. ഒത്തിരി സന്തോഷം. അപ്പം ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് രാജ്യത്തെ സേവിക്കുക എന്നുള്ളത്. നല്ല രീതിയിൽ നല്ലൊരു ഓഫീസറായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Lead IAS, crafted by the toppers.